ഞാൻ പറയുന്ന ഒരു വാക്കും ഇന്ന് വരെ ഗിരിയേട്ടൻ തട്ടിക്കളഞ്ഞിട്ടില്ല. ഇതും തട്ടിക്കളയില്ലെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ഗിരിയേട്ടനോട് ഞാൻ സംസാരിച്ചോളാമേ. നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത്. അവനെ കൊണ്ട് ആർക്കെങ്കിലും ഇക്കാര്യം സമ്മതിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് നിനക്ക് മാത്രം സനു. ഗിരിയുടെ തീരുമാനം മാറ്റിയെടുക്കാൻ നിനക്കായാൽ അതോടെ നിന്റെ കുടുംബജീവിതം പഴയപടിയാവും. ഈ വീട്ടിൽ ഒരു സമാധാനവും സ്വസ്ഥതയുണ്ടാവും. അത് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ജീവിതം നന്നാവുകയും ചെയ്യും. അമ്മയ്ക്ക് ഒരു പേടിയും വേണ്ട. ഗിരിയേട്ടനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് അറിയാത്തതല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കിതൊക്കെ വന്ന് പറയാനായിട്ട് അമ്മ മാത്രമേ ഉള്ളൂ. കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് അമ്മയ്ക്ക് മാത്രം. ഒരാളുടെ ഭാഗത്ത് തെറ്റും മറ്റൊരാളുടെ ഭാഗത്ത് ശരിയുള്ളപ്പോ ഒരു പ്രശ്നം പരിഹരിക്കാൻ എളുപ്പം മോളെ. പക്ഷേ ഇരുഭാഗത്തും ശരികൾ മാത്രമാവുമ്പോ പരിഹാരമില്ലാത്തൊരു പ്രശ്നത്തിന് നടുവില ഞാനെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമേ. എങ്കിലും നീ അനുഭവിക്കുന്നത് എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അനിയത്തിയുടെ കല്യാണം നടത്തിയെടുക്കേണ്ടത് ഉത്തരവാദിത്വം തന്നെയാണ്. നിന്റെ വീട്ടുകാർ പറയുന്നതെല്ലാം 100% ന്യായമാണ് മോളെ. ഗിരിയുടെ മാനസികാവസ്ഥയും മനസ്സിലാക്കാൻ നമ്മളല്ലേ ഉള്ളൂ മോളെ. ഈ കല്യാണം നടന്ന അതോടെ അനുരാധയുടെ ഭരണം ആ വീട്ടിൽ ഉറയ്ക്കും. പിന്നീട് ഒരിക്കലും ഗിരിയുടെ ജീവിതത്തിലേക്ക് അവൻ കാത്തിരുന്ന ഒരു തിരിച്ചുവരവ് എനിക്കുണ്ടാവില്ല. അതൊക്കെ പോട്ടെ, നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി അവന്റെ ജീവിതത്തിൽ നിന്ന് ശിഷ്ടകാലം കൂടി അകന്ന് ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. എന്ത് ന്യായം ഉണ്ടമ്മേ? നന്ദുവും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞും എന്ത് പഴിച്ചു? ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടല്ലേ. ഗിരിയോട് ഞാൻ ആകെ ആവശ്യപ്പെട്ടത് നന്ദിതയും ആ കുഞ്ഞിനെ ഓർത്ത് നിതീഷിന് മാപ്പ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. ഗിരിയുടെ അച്ഛനെ ദ്രോഹിച്ച മുഴുവനും നിതീഷിന്റെ അമ്മ അനുരാധയായിരുന്നില്ലേ? അവർക്ക് മാപ്പ് കൊടുക്കണമെന്ന് ഞാൻ ഒരിക്കലും ഗിരിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്നെ മനസ്സിലാക്കാനായിട്ട് അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. അവനോട് ഞാൻ പറയാം മോളെ, നിന്നെ ഓർത്ത് ഞാനിത് ചെയ്യാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവൻ എന്നെ അനുസരിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. നീ വന്നതൊക്കെ ഞാൻ അറിഞ്ഞു. എന്നിട്ടാണോ ഗിരിയേട്ടൻ എന്നെ ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാഞ്ഞത്? ഭർത്താവിനോട് വഴക്കിട്ട് പിണങ്ങി വന്ന നിന്നെ ഞാൻ എന്തിനന്വേഷിക്കണം? ഒന്ന് പോ ഗിരിയേട്ടാ. എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ട ദിവസം എന്റെ മേലുള്ള
എല്ലാ ഉത്തരവാദിത്തങ്ങളും അവസാനിപ്പിച്ചു എന്നുള്ള മട്ടില്ല ഗിരിയേട്ടൻ. ഏ സത്യത്തിൽ നീ ശ്രീയും തമ്മിൽ എന്താ പ്രശ്നം? അത് പറ. ഞാനും ശ്രീയും തമ്മിൽ വഴക്കിട്ടു. ഞാൻ അവിടുന്ന് പിണങ്ങി ഇറങ്ങി പോന്നതാ. പിണങ്ങി ഇറങ്ങി പോന്നു? അങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം എന്താ അവിടെ സംഭവിച്ചത്? ഞാനാണോ നിന്റെ ഏട്ടനാണോ നിനക്ക് വലുത്? ഞാനാണ് നിന്റെ ജീവിതത്തിൽ വലുതെങ്കിൽ എന്റെ അനിയത്തിയുടെ കല്യാണം നിന്റെ ഏട്ടനോട് പറഞ്ഞ് നടത്തിക്കേണ്ട ബാധ്യത നിനക്കുണ്ട് സനു. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാ ഗിരിയേട്ടൻ തീരുമാനിച്ചാ മതി. ഗിരിയേട്ടന്റെ തീരുമാനം എന്താന്ന് വെച്ചാ അതനുസരിക്കാൻ ഞാൻ തയ്യാറാ. അത് പിന്നെ മോളെ, എത്രയും പെട്ടെന്ന് ഗിരിയേട്ടൻ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാ നിതീഷേട്ടന്റെയും നന്ദിതയുടെയും കല്യാണം നടത്തുക എന്നത് മാത്രം. എനിക്ക് വേണ്ടി ഏട്ടൻ ഇത് ചെയ്തു തന്നേ പറ്റൂ. മോളെ സനു, ഈ കേസ് നീ കരുതുന്ന പോലെ അല്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ആ തീരുമാനം മാറ്റാൻ മാത്രം എന്റെ പൊന്നുമോൾ എന്നോട് പറയരുത്. ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ ഞാൻ ശ്രീയോട് സംസാരിക്കാം. വേണമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി അവന്റെ കാല് പിടിക്കാം. സ്വന്തം അളിയന്റെ കാല് പിടിച്ച് അതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല ഗിരിയേട്ട. ഭാഷയുടെ കാര്യത്തിലേ ശ്രീ ഗിരിയേട്ടനേക്കാളും ഒട്ടും മോശമല്ല. ഈ കുഞ്ഞു പെങ്ങൾ എന്ത് പറഞ്ഞാലും നടത്തി തരുന്ന വലിയേട്ടൻ എനിക്ക് വേണ്ടി ഈ കാര്യം കൂടി ചെയ്തു തരണം. ഏട്ടനത് എനിക്ക് വേണ്ടി ചെയ്തില്ലെങ്കിൽ അതോടെ തകരാൻ പോകുന്നത് എന്റെ കുടുംബജീവിതമായിരിക്കും. ശ്രീ എനിക്ക് നഷ്ടാവും. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും ആഗ്രഹിച്ചതും എന്റെ ശ്രീയെ മാത്രമാ. ശ്രീയെ എനിക്ക് നേടിത്തരാൻ വേണ്ടി സ്വന്തം ജീവിതം വരെ കോംപ്രമൈസ് ചെയ്ത ആളാ ഗിരിയേട്ടൻ. പറയേട്ടാ, എനിക്ക് വേണ്ടി ഒരു കോംപ്രമൈസ് എന്ന രീതിയിലല്ലേ ഗിരിയേട്ടൻ സുമതിയടുത്തെ കല്യാണം കഴിച്ചത്? അങ്ങനൊക്കെ ചെയ്തിട്ടുള്ള ഗിരിയേട്ടന് എന്തുകൊണ്ടാ ഇപ്പോ ഈ ഒരു ചെറിയ കാര്യം എനിക്ക് വേണ്ടി സാധിക്കാൻ പറ്റുന്നില്ല? ഇതാ ഞാൻ പറഞ്ഞു വന്നത്. ഏട്ടന് എന്നോടുള്ള പഴയ സ്നേഹം ഒരുപാട് കുറഞ്ഞു പോയി. സനു മോളെ, ഞാൻ പറയുന്നത് എന്തൊക്കെ ന്യായം പറഞ്ഞാലും എന്റെ ആവശ്യം ഗിരിയേട്ടൻ നടത്തി തരണം. സനു അത്രയും കരഞ്ഞു കാലു പിടിച്ചിട്ടും ഗിരിയേട്ടൻ കേട്ടില്ല എന്ന് പറഞ്ഞാ ഇതിന്റെ പിന്നിൽ എത്ര ഗൂഢാലോചനയാണ് നടന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അത് ഗൂഢാലോചനയൊന്നും അല്ല നവിയെ. ഇതിന്റെ പേര് തലേണ മന്ത്രോന്ന. സനു ഗിരിയുടെ ഇള്ളക്കുട്ടിയായിരുന്നല്ലോ. പണ്ടൊക്കെ അവള് വേണോന്ന് പറയുന്നതൊക്കെ ലോകത്തിന്റെ ഏത് കോണിൽ പോയിട്ടായാലും ഗിരി അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നല്ലോ. ആ ഏട്ടന് ഈ കല്യാണം നടന്നില്ലെങ്കിൽ അവളുടെ കുടുംബം തന്നെ തകർന്നു പോകുമെന്ന് പറഞ്ഞിട്ടും പാറ പോലെ ഇങ്ങനെ അനങ്ങാതെ നിന്നത് സനു ആയിരുന്നു നമ്മുടെ അവസാനത്തെ പിടിവള്ളി. അത് നടക്കാതെ വന്നതോടെ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ല. എനിക്ക് തോന്നുന്നത് ഈ കല്യാണ കേസ് വിട്ടുകളയുന്നതാ ബുദ്ധിന്നാ. ചരിത്രത്തിൽ ഇന്നുവരെ സംഭവിക്കാത്ത കാര്യമൊന്നല്ലല്ലോ ഈ നന്ദിതയുടെ കാര്യത്തിൽ സംഭവിച്ചത്. കാമുകന്മാര് തേച്ചിട്ട് പോകുമ്പോ അച്ഛനില്ലാത്ത കൊച്ചിനെയും പ്രസവിച്ച് ധൈര്യമായി ജീവിക്കുന്ന എത്രയോ പെമ്പിള്ളേരുണ്ട് ഈ നാട്ടില്. അതുപോലെ അവക്കങ്ങ് ജീവിച്ചാ പോരെ? വയറ്റിലുള്ളതിനെ അബോർട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേറെ വല്ലവനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട് നാട്ടില്. അവൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഇവന്റെ തലേന്നൊന്ന് ഒഴിഞ്ഞു പോയാലെന്താ? നിങ്ങൾ ഈ പറയുന്നതൊക്കെ വെറുതെയാണ്. ഇതിനൊന്നും നന്ദിതയെ കിട്ടില്ല. അവൾ എന്നെ കൊണ്ട് മലക്കാൻ തന്നെയാ പ്ലാൻ. ഒതുക്കത്തിൽ ഈ കല്യാണം നടത്തി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന പ്ലാനല്ലേ ഗിരിയേട്ടൻ കാരണം പൊളിഞ്ഞുപോയത്. ആരെതിർത്താലും ഇല്ലെങ്കിലും ഈ കല്യാണം നടക്കണം. ഇല്ലെങ്കിലേ തടി കേടാവുമോന്ന് എന്റെയാ. നിന്റെ മാത്രമല്ല, നമ്മുടെ എല്ലാം. പ്രതീക്ഷ കൈവിടം വരട്ടെ.
കല്യാണം ഒരു എതിർപ്പും കൂടാതെ നടന്നു കിട്ടാനേ ഒരു വഴിയുണ്ട്. ഇത്തിരി വളഞ്ഞ വഴിയാ. ഇങ്ങനൊരു പ്രശ്നം വരുമ്പോ സാധാരണ പെമ്പിള്ളേര് കാണിക്കുന്ന ഒരു നമ്പറാ. അത് മിക്കവാറും നമ്മുടെ കാര്യത്തിൽ ഏൽക്കും. ഗിരിക്ക് സമ്മതിക്കാതെ തരവില്ലെന്നാവും. അതെന്താന്ന് അമ്മയൊന്ന് തെളിച്ചു പറ. അറ്റ കൈ പ്രയോഗം. ഈ കേസിൽ അതാണ് അവസാന പോംവഴി. അതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്തായാലും നന്ദിത ഒന്ന് വിളിക്കട്ടെ. ഇനിയെല്ലാം അവളുടെ കയ്യിലാ. അമ്മയ്ക്ക് നിന്റെ സാമീപ്യം ഇത്രയും കെട്ടിടത്തോളം മതി മോനെ. കൂടെ നിൽക്കുന്നവരെ, പ്രത്യേകിച്ച് സുമിയെ നീ വേദനിപ്പിക്കരുത്. നന്ദിതയും നിതീഷും തമ്മിലുള്ള കല്യാണം നടക്കാൻ പാടില്ലെന്ന് അമ്മയല്ലേ ആദ്യം എതിർത്തത്. പിന്നെ ഇപ്പൊ ഇങ്ങനെ മനസ്സ് മാറാൻ മാത്രം എന്താ ഉണ്ടായേ? ഒരു വിവാഹം നടക്കരുതെന്ന് കരുതാൻ നമുക്ക് 100 കാരണങ്ങളുണ്ടാവും. പക്ഷേ അതാണ് ഏവർക്കും നല്ലതെങ്കിൽ അത് നടന്നോട്ടെ. നമ്മള് കാരണം ഒരുപാട് പേര് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ വിഷമങ്ങൾ നമ്മൾ തന്നെ മനസ്സിൽ സൂക്ഷിക്കുന്നതല്ലേ. അമ്മയ്ക്ക് അതൊരു പുതിയ കാര്യമല്ല മോനെ. സുമി ഇന്നിവിടെ വന്നിരുന്നല്ലേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാമേ. അവളിവിടെ ഹലോ അമ്മേ. ആ മോളെ നന്ദു, നീ ഇപ്പോഴും സങ്കടപ്പെട്ട് കിടക്കുകയാണോ? ഇതുപോലെയുള്ള ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ജീവിതത്തിലുണ്ടാവും. അതിനെ എല്ലാം തരണം ചെയ്തു വേണം നമ്മൾ മുന്നേറാൻ. ഇതിപ്പോ ഗിരിയേട്ടന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു എതിർപ്പ് വരുന്ന നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ അമ്മേ? എന്നെയും നിധിയേട്ടനെയും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരായിരുന്നു സുമിതേച്ചും ഗിരിയേട്ടനും. അവര് തന്നെ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ ഞങ്ങളുടെ കല്യാണത്തിന് എതിർക്കാന്ന് പറഞ്ഞ. നീ ഇങ്ങനെ സങ്കടപ്പെടാതെ മോളെ. നമുക്കിതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരാണ് അമ്മേ? ഗിരിയേട്ടനെ പോലെ ഒരാളെ എതിർത്താൽ പിന്നെ ഈ കല്യാണം എങ്ങനെ നടക്കാനാ? ഈ കല്യാണം ഈ ജന്മം നടക്കാൻ പോകുന്നില്ല. നീ ഇങ്ങനെ കരയാതെ. ഗിരി ഒരാളെ എതിർത്തു എന്ന് വെച്ച് ഞങ്ങൾ ആരും നിന്റെ കൂടെ ഇല്ല എന്ന് വിചാരിക്കണ്ട. ഞാനും നവ്യയും സനുവും നിതീഷും എല്ലാവരും നിന്റെ കൂടെ ഉണ്ട്.
നിന്റെ കൂടെ കട്ടയ്ക്കുണ്ട്. പക്ഷെ നിന്റെ ചേച്ചി, അവള് നിന്റെ കൂടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് പിന്നെ കിരീടൻ അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോ സുമേജിക്ക് കൂടെ നിൽക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ചേച്ചി ഞാൻ എന്തായാലും ഈ കാര്യത്തിൽ കുറ്റം പറയില്ല. അതൊക്കെ പോട്ടെ. ഈ കല്യാണം എങ്ങനെ നടത്താമെന്നതിനെ കുറിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ആലോചിച്ചു. ഇനി ഈ കല്യാണം നടക്കണമെങ്കിൽ മറ്റാരെക്കാളും കൂടുതൽ പരിശ്രമിക്കേണ്ടത് നീ. കഴിക്കാൻ വേണ്ടി അമ്മ പറയുന്ന എന്ത് ത്യാഗം സഹിക്കാൻ വേണേലും ഞാൻ തയ്യാറാ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് മാത്രം അമ്മ പറഞ്ഞാൽ മതി. അമ്മേ, ഇതൊക്കെ വർക്കൗട്ട് ആവോ? ഒരു സംശയവും വേണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നീ ചെയ്ത ഗിരി പാട്ടും പാടി നിങ്ങളുടെ കല്യാണത്തിന് സമ്മതിക്കും. ഇതല്ല ഇതിനപ്പുറമുള്ള വലിയ കാര്യങ്ങൾ വരെ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്താ വേണ്ടെന്ന് വെച്ചാ അമ്മ പറഞ്ഞാ മതി. ശരി മോളെ, എനിക്ക് നിന്നെ എന്റെ മരുമോളായി ഈ വീട്ടിൽ കിട്ടണം. അതിനുവേണ്ടിയാ അമ്മ ഈ ത്യാഗങ്ങളൊക്കെ സഹിക്കുന്നത്. എന്തായാലും ശരി, ഞാൻ നിന്നെ വിളിക്കാം. ഗിരി, നീ നോക്കിക്കോ. നീ എത്ര എതിർത്താലും ഈ കല്യാണം ഞാൻ നടത്തി കാണിക്കും. എന്റെ അമ്മയുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ എന്റെ മനസ്സ് മാറുമെന്ന് കരുതിയോ? അമ്മ പറഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞതിന്റെ പേരിൽ എന്റെ തീരുമാനം മാറാനും പോകുന്നില്ല സുമി. എന്റെ അമ്മയുടെ അവസ്ഥയും ആദ്യം ഒരുപക്ഷെ ഗിരിയുടെ അമ്മയ്ക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നി. എന്റെ വീട്ടുകാരുടെ മുമ്പിൽ ഞാൻ എന്ത് മുഖം കൊണ്ടാ ചെന്ന് നിൽക്കേണ്ടത്? അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? നന്ദുവിനെ ഓർത്ത് ഒരുകുന്ന മനസ്സോടെയുള്ള എന്റെ അമ്മയുടെ കിടപ്പേ ഞാൻ എങ്ങനെയാ കണ്ടു നിൽക്കേണ്ടത്? ഗിരി എന്നെ ഇത്രത്തോളം മനസ്സിലാക്കാതെ പെരുമാറുന്ന ഒരു കാലം വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. സുമി, ഞാൻ മനസ്സിലാക്കാത്തതല്ല. വീട്ടുകാരുടെ മുമ്പിൽ സുമി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സുമിയുടെ വീട്ടുകാരുടെ വേദനയും എനിക്കറിയാം. നിതീഷേട്ടനുമായി ഞാൻ സ്വപ്നം കണ്ടൊരു ജീവിതം ഇനി നടക്കില്ല എന്ന് എനിക്ക് ബോധ്യമായി കഴിഞ്ഞു. എന്റെ വയറ്റിൽ വളർന്ന ഈ കുഞ്ഞിനെ അച്ഛനില്ലാത്തൊരു കുഞ്ഞായി പ്രസവിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞങ്ങളുടെ കല്യാണത്തിന് തടസ്സം നിന്ന ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എല്ലാം എന്റെ വിധിയായി കരുതി ഞാൻ സമാധാനിച്ചോളാം. ഞാനും എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞും.
ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുകയാണ് ഇന്ന് നന്ദിത